ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദൂസ് ആൻഡ് കുഞ്ചൂസ് വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമുക്ക് അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കാം. ഇന്ന് എന്ത് മീനാമേ? ഇത് ചൂര, 1 കിലോ ചൂര. 1 കിലോ ചൂര, 2 സ്പൂൺ 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 സ്പൂൺ പിരിയമുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 3 ചോളം പുളി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്നത്, പിന്നെ 1.5 മുറി തേങ്ങയുടെ പാല്, 1 കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, ഒരു 10-15 ചുവന്നുള്ളി, ഒരു 3 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ. ഇത് 1 കിലോ മീൻ. തുടങ്ങാം. ആദ്യം കടുക് പറ. ആദ്യം ചട്ടി എടുത്ത് വയ്ക്കുക, ചൂടാവട്ടെ. എണ്ണ കൂടുതൽ വേണം. എനിക്ക് ഇച്ചിരി എണ്ണ കൂടുതലൊക്കെ വേണം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഉണ്ടാക്കിക്കോളെ. എണ്ണ കൂടുതൽ വേണ്ടവർക്കും കുറച്ച് പേരുണ്ടോട്ടൊക്കെ ഉണ്ടല്ലോ. അവരവരുടെ ആവശ്യം പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരുടെ. ഞാൻ ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. നോക്കട്ടെ. എണ്ണ മൊത്തം കഴിയുമ്പോൾ നമുക്ക് കടുകിടാം, ഉലുവ ഇടാം, ഇപ്പം നമുക്ക് ഈ മുളക് പൊടിക്കകത്തേക്ക് ഈ മഞ്ഞൾപ്പൊടി ഇടാം. ഇത്ര മതി, 1 സ്പൂൺ മതി. ചൂടായെന്ന് തോന്നുന്നേ. കടുകിടാം. ഒരു 1 സ്പൂൺ കടുക്, ഒരു ഇത്ര ഉലുവ, പൊട്ടട്ടെ. ചട്ടിക്കകത്താകുമ്പോഴത്തേനും പൊട്ടി വരെ ഇച്ചിരി താമസമാണ്. കടുക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടുക. ഇഞ്ചി ഇടുക, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കരിയാപ്പില ഇച്ചിരി വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് കരിയാപ്പില ഇട്ടാൽ മതി. മൂത്ത് വരുമ്പോഴത്തേനും കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇത്ര ആയാൽ മതിയേ. ഉള്ളി ഒത്തിരി അങ്ങ് മൂത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളത്തില്ല. എന്നിട്ട് നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. കരിയാപ്പില നേരത്തെ ഇട്ടാൽ കരിയാപ്പിലയുടെ രുചിക്ക് ഒരു വ്യത്യാസം വരും. കരിയാപ്പില ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. തീ സിമ്മിലിടണേ. മുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ചെറു തീയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ മൂത്ത് വരുമ്പോൾ പുളി ഇട്ട് വെച്ചങ്ങനെ വെള്ളമില്ലേ, ആ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്താ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം നമ്മൾ പറ്റുന്നോടം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ല, ഇങ്ങനെ ഇളക്കി ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് തന്നെ. എണ്ണ തെളിഞ്ഞ് നല്ലോണം അരപ്പ് നല്ലോണം മൂക്കും. എന്നിട്ട് വേണം നമുക്ക് ബാക്കിയിട്ട് ചേർക്കാൻ. കണ്ട, ഇങ്ങനെയാവും. എന്താ എണ്ണ തെളിഞ്ഞ കണ്ട കുഴമ്പ് രൂപത്തിൽ വേണം. ഇങ്ങനെ വരുമ്പോൾ നമ്മളിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് വെള്ളം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുറച്ച് തേങ്ങാപ്പാലും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി മതിയാ, പകുതി ഇവിടെ ഇരിക്കട്ടെ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. അപ്പോൾ ആവശ്യത്തിന് ഇച്ചിരി ഇടണം. തിളയ്ക്കണം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചേ മീൻ കഷ്ണം മുങ്ങിക്കിടക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒഴിച്ചു. അങ്ങനെ നമ്മുടെ അരപ്പ് തിളച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്തോട്ട് നമ്മൾ ഈ മീൻ കഷ്ണം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. മീൻ കണ്ട തിളച്ച് വെള്ളമെല്ലാം പറ്റി വരുന്നതുണ്ട. ഈ വെള്ളം പറ്റി വരുമ്പോൾ നമ്മൾ ഈ ബാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലില്ലേ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ചൂടാവട്ടെ. തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്തിരി കുറുകി പോകരുത്. കണ്ട കറി റെഡി. ഒരു തണ്ട് കരിയാപ്പിലയും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല സൂപ്പർ മീൻകറിയാണ്. ഇത് മതി കഞ്ഞി കുടിക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.